ഹായ് എവ്രി വൺ, കർട്ടിയസ് റീഅറേഞ്ച്മെന്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപേ നമ്മൾ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഒരുപാട് സിമിലാരിറ്റീസ് ഈ റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷനുമായിട്ട് കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വി നീഡ് എ റിയേജൻ കോൾഡ് അസൈൽ ഹാലൈഡ്. സോറി, അസൈൽ അസൈഡ്. അസൈൽ അസൈഡ്. വാട്ട് ഈസ് അസൈൽ ഹാലൈഡ്? യു നോ ദാറ്റ്, റൈറ്റ്? അസൈൽ ക്ലോറൈഡ് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിച്ചു പോരും, അസൈൽ ക്ലോറൈഡ്. ഓക്കെ, ബട്ട് നമുക്ക് എന്താണ് വേണ്ടത്? അസൈൽ അസൈഡ് ആണ് വേണ്ടത് കേട്ടോ. ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഈസ് കോൾഡ് വാട്ട്? ആർ സി ഒ ഗ്രൂപ്പ് ഈസ് കോൾഡ് വാട്ട്? അസൈൽ. നോക്കൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു അസൈൽ ഗ്രൂപ്പ് കിട്ടി. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് അസൈഡ്? സി, N3 മൈനസ് ഈസ് കോൾഡ് വാട്ട്? അസൈഡ്. N3 മൈനസ് ഈസ് കോൾഡ് വാട്ട്? അസൈഡ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. ആർ സി ഒ N3, ദിസ് ഈസ് കോൾഡ് വാട്ട്? അസൈൽ അസൈഡ്. നൗ if you heat it, you will get something like this: Rn double bond C double bond O. What is it? Isocyanate. ഇത് എവിടെയാണ് നിങ്ങൾ കണ്ടത്? യെസ്, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനിലെ ഇന്റർമീഡിയറ്റ് ആണ്. സെയിം ഇന്റർമീഡിയറ്റ് ആണ് കർട്ടിയസിലും ഉണ്ടാകുക. ഇനി നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക? ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ഹൈഡ്രോളൈസ് ഇറ്റ്, യു വിൽ ഗെറ്റ് വാട്ട്? RnH2 പ്ലസ് എന്ത് കിട്ടും? യെസ്, യു വിൽ ഹാവ് CO2. സോ ഫോർമേഷൻ ഓഫ് വാട്ട് ഹാപ്പൻസ്? പ്രൈമറി അമൈൻ നമുക്ക് കിട്ടുന്നു. സോ കാര്യങ്ങൾ ഒന്ന് നോക്കി നോക്കാം. സ്കീം ഇതാ ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതുകയാണ്. CH3C ഡബിൾ ബോണ്ട് O N3. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. ആൻഡ് വി വിൽ ആഡ് വാട്ട്? വാട്ടർ. ഹൈഡ്രോളിസിസും ചെയ്യാണ്. സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് വാട്ട്? CH3NH2. ഓക്കെ, എന്തൊക്കെയാണ് നടക്കുന്നത്? ദാ ഈ N3യിൽ നിന്ന് ദാ ഇവിടെ നിന്ന് നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ആവും. അതേപോലെ ഈ CO കാർബണൈൽ ഗ്രൂപ്പിൽ നിന്ന് എന്തായിരിക്കും? ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ആവും എന്ന് നിങ്ങൾ വിചാരിക്കുക. ആൻഡ് ബോത്ത് ഓഫ് ദീസ് ആർ വാട്ട്? ഗ്യാസ്. സോ ഗ്യാസസ് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻട്രോപ്പി എന്താവും? ഇൻക്രീസ് ചെയ്യും. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് വിൽ ബി തെർമോഡൈനാമിക്കലി ഫേവറബിൾ റിയാക്ഷൻ ആയിരിക്കും. തെർമോഡൈനാമിക്കലി ഫേവറബിൾ റിയാക്ഷൻ ആയിരിക്കും. സോ എങ്ങനെയാണ് ഇവരൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ടു ദി മെക്കാനിസത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ റിയേജന്റ് എന്തായിരുന്നു? അസൈൽ അസൈഡ്. ഇതാണ് RC ഡബിൾ ബോണ്ട് O, അസൈൽ. ആൻഡ് വി ഹാവ് വാട്ട്? N. ആൻഡ് നോക്കൂ, N ട്രിപ്പിൾ ബോണ്ട് N. ദിസ് ഇസ് അസൈഡ്. നോക്കൂ, ഇവിടെ എന്താണ്? വി ഹാവ് പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ ബിക്കോസ് നൈട്രജൻ എന്താണ്? 4 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ വി വിൽ ഹാവ്, ഇവിടെ 2 ബോണ്ടേ ഉള്ളൂ. സോ വി വിൽ ഹാവ് വാട്ട്? നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ. നൗ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഹിയർ ഈസ്, ഈ കാർബൺ ഓൾറെഡി എന്തായിരിക്കും? നമ്മൾ HBD റിയാക്ഷനിൽ പറഞ്ഞായിരുന്നു. ഇതാ അതേപോലെ ഇലക്ട്രോഫിലിക് ആണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഓക്സിജൻ എന്താവും? O മൈനസ് ആവും. ആ O മൈനസ് എന്താവും? ഇതാ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? ഇതാ R ഗ്രൂപ്പ് എന്ത് ചെയ്യപ്പെടും? പുറത്തേക്ക് പോകും, എലിമിനേറ്റ് ചെയ്യപ്പെടും. ആൻഡ് സോ വി വിൽ ഹാവ് വാട്ട്? ഓക്കെ, O ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് N ഇങ്ങനെ കിട്ടും അല്ലേ? നൗ വാട്ട് ഹാപ്പൻസ്? ഈ R മൈനസ് നോക്കൂ, ഈ R മൈനസ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? നിങ്ങൾ വിചാരിക്കും ഈ N പ്ലസിൽ പോയി അറ്റാക്ക് ചെയ്യുമെന്ന്. ബട്ട് N പ്ലസിൽ പോയി അറ്റാക്ക് ചെയ്യത്തില്ല, മറിച്ച് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഇതാ ഇവിടെയായിരിക്കും അറ്റാക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ നിന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യപ്പെടും. N2 ഗ്യാസ് ഇസ് എ വെരി ഗുഡ് ലിവിങ് ഗ്രൂപ്പ്. അങ്ങനെ N2 ഗ്യാസ് ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇത്. അതുകൊണ്ട് വി വിൽ ഗെറ്റ് വാട്ട്? നമ്മുടെ ഇന്റർമീഡിയറ്റ് നമുക്ക് കിട്ടും OC ഡബിൾ ബോണ്ട് NR എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷനിൽ നമ്മൾ കണ്ട കാര്യമാണ്. ദ ഇന്റർമീഡിയറ്റ് ദാറ്റ് ഇസ് ഫോംഡ് ഇസ് വാട്ട്? ഐസോസയനേറ്റ്. വാട്ട് ഇസ് ഇറ്റ്? ഐസോസയനേറ്റ് ആയിരിക്കും ദ ഇന്റർമീഡിയറ്റ് വിച്ച് ഇസ് ഫോംഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ വാട്ട് ഹാപ്പൻസ്? വി ജസ്റ്റ് ഹാവ് ടു ഹൈഡ്രോളൈസ് ഇറ്റ്. ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രോളൈസിൻ്റെ കാര്യമൊക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഇവിടെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതാ ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് വാട്ട്? CO2 പ്ലസ് RnH2, ദാറ്റ് ഇസ് പ്രൈമറി അമൈൻ. പക്ഷെ ഇങ്ങനെയല്ല നടക്കുക. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മെക്കാനിസം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നാണ്. വാട്ട് ഇസ് ഇറ്റ്? RN ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം, കുഴപ്പമില്ല. നോക്കൂ, വാട്ടർ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഇലക്ട്രോഫിലിക് കാർബണിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും അല്ലേ? നോക്കൂ,
ഇയാൾ ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? നോക്കൂ, ദിസ് ഈസ് കോൾഡ് ഐസോസൈനേറ്റ്, റൈറ്റ്? ആർ എൻ ഡബിൾ ബോണ്ട്, സോറി, ഈ ബോണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വി വിൽ ഹാവ് വോട്ട്? ആർ എൻ സി മൈനസ് വോട്ട് ഒ എച്ച് എച്ച്, ആൻഡ് വിൽ ഹാവ് വോട്ട്? പോസിറ്റീവ് ആൻഡ് ഡബിൾ ബോണ്ട്. ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഇനി ദാ ഈ എച്ച് പ്ലസ് ഇങ്ങോട്ടേക്ക് വരും. ആൻഡ് വി വിൽ ഹാവ് വോട്ട്? ആർ എൻ എച്ച് സി ഒ എച്ച് ഡബിൾ ബോണ്ട് സി ഒ എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ദാ ഇനി ഇവിടെ നിന്ന് തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യപ്പെടും? ദാ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെടും. ആൻഡ് വി വിൽ ഹാവ് വോട്ട്? ആർ എൻ എച്ച് ടു പ്ലസ് വിൽ ഹാവ് വോട്ട്? CO2, വിച്ച് ഇസ് അവർ പ്രൈമറി അമൈൻ. സോ വളരെ എളുപ്പമുള്ള റിയാക്ഷൻ ആണ്. എന്തൊക്കെ ഗ്യാസാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ദാ N2 നൈട്രജൻ ഗ്യാസും എലിമിനേറ്റ് ചെയ്യുന്നു, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ റിയേജന്റ് ഈസ് വോട്ട്? അസൈൽ അസൈഡ് ഹീറ്റ് ചെയ്യുന്നു, ഹൈഡ്രോളൈസ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ഐസോസയനൈറ്റ് ആസ് യുവർ ഇന്റർമീഡിയറ്റ്, ആൻഡ് യു വിൽ ഗെറ്റ് ഈസിലി ഗെറ്റ് വോട്ട്? പ്രൈമറി അമൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കർട്ടിയസ് റീഅറേഞ്ച്മെന്റിൽ പഠിക്കാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.